ഹൗസ് മലയാളം സീസൺ 7 ലൈവിനകത്ത് ഇപ്പോൾ ഒരു ചായ പ്രശ്നം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിസേലും അനിമോളും പിന്നെ അതേപോലെ തന്നെ ബിൻസിയും ഒക്കെ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഉണ്ടാക്കുന്ന ചായ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, കടുപ്പം കൂടിപ്പോയി, കടുപ്പം കുറഞ്ഞു പോയി എന്നൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ അത് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചൺ ടീം എന്ന് പറയുന്ന ആ 2 പേര് അല്ലെങ്കിൽ 3 പേര് അവരാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഇപ്പം കടുപ്പം കുറവുള്ള ചായ ഇത്ര ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുപ്പം കുറവുള്ള ചായ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവരുടെ ചുമതല തന്നെയാണ്. കടുപ്പം കൂടുതലുള്ള ചായ ഇഷ്ടമുള്ളവർക്ക് കടുപ്പം കൂടുതലുള്ള ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഈ എല്ലാവരെയും വഴിയോടെ പോകുന്ന എല്ലാവരെയും വിളിച്ച് അടുക്കള കയറ്റി മറ്റേ എല്ലാവരും ചായ ഉണ്ടാക്കിയോ എന്ന് പറയുന്ന പോലത്തെ പരിപാടി വൻ ബോറാണ്. പിന്നെ അവിടെ അത്രയും കാര്യങ്ങൾ അത്രയും ഒരു തർക്കം പോലൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒനിയൽ സാബു അവിടെ എന്ത് ഒനിയൻ ബീൽ ചെയ്യാൻ നിൽക്കുമായിരുന്നു എന്നെനിക്ക് അറിയത്തില്ല. പുള്ളി അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ എനിക്ക് ഒരു വാഴയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളി ഒരു പ്രതികരിക്കുന്നൊന്നുമില്ല, ഒരു കാര്യത്തിൽ ഒരു പ്രതികരണശേഷിയില്ല. ഇങ്ങനെ വെറുതെ കിച്ചണിൽ ഒതുങ്ങിക്കൂടാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. എന്നാ പിന്നെ പുള്ളിക്ക് അവിടെ നിന്ന് പറഞ്ഞൂടെ, ഞാനാണ് കിച്ചൺ ടീം, ഞാൻ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം, ജിസേലും പൊക്കോ അനിമോളും പൊക്കോ എല്ലാരും പൊക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറയേണ്ടതാണ്. പുള്ളി അത് പറഞ്ഞില്ല. പുള്ളി അവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ലൈവ് കാണാൻ വേണ്ടി പുള്ളി എങ്ങനെ നിൽക്കുമായിരുന്നു. എല്ലാ സീസണിലും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ചായ പ്രശ്നം. അവിടെയൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ ടീം ഇടപെട്ട് അത് സോൾവ് ആക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇടപെടലൊന്നും നമ്മൾ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒണിയൽ സാബു ബിഗ് ബോസ് കാണാനായിട്ട് നിൽക്കുമായിരുന്നു, ലൈവായിട്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മുൻഷി രഞ്ജിത്തും 2 പേരും ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ ബിഗ് ബോസ് കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു അവിടെ. അതാണ് അതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യം. ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ജിസേലും അനിമോളും തമ്മിൽ വേറെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ജിസേലിന്റെ പാൻറ്റീസ് അനിമോൾ എടുത്ത് ഒളിപ്പിച്ച് വെച്ചെന്നോ മൈക്ക് എടുത്ത് ഒളിപ്പിച്ച് വെച്ചെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാം. അനിമോളുടെ ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞ് അതിനെപ്പറ്റി നമുക്ക് വീഡിയോ ചെയ്യാം. ആണ് ലൈവിനകത്ത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.